ഹലോ കൂട്ടുകാരെ, എല്ലാമീൻ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ നോക്കുന്നത് മത്തനും ക്യാരറ്റും വെച്ചൊരു മത്തൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനായുള്ള സാധനങ്ങളാണ് 1/2 കിലോ ശർക്കര, മത്തൻ, ക്യാരറ്റ്, ചെറിയ ജീരകം, ഒരു തേങ്ങ, ഏലക്ക, ഉണക്കമുന്തിരി, കശുവണ്ടി പരിപ്പ്, നെയ്യ് മുതലായ സാധനങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മത്തനും ക്യാരറ്റും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ജീരകവും ഏലക്കയും പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 കിലോ ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒരു ചട്ടി വെച്ച് ചൂടായതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും ഇട്ട് വറുത്തെടുക്കാം. നെയ്യൊക്കെ ഇവിടെ നാച്ചുറലായിട്ടുള്ള പശുവിൻ പാല് കൊണ്ട് ഞാൻ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ്. മത്തനും നമ്മൾ വളപ്പിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇത് ഏലക്കയും ചെറിയ ജീരകവും പൊടിച്ചെടുത്തതാണ്, ചൂടാക്കി പൊടിച്ചത്. ഇനി ആ കശുവണ്ടി പരിപ്പ് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായി പൊന്തി വരുമ്പോൾ, അത് ചുമന്ന് വരുമ്പോൾ ആ സ്റ്റവിൽ നിന്നും അത് ഇറക്കി വെക്കാം. ആ സ്റ്റവിലൊരു 5 ലിറ്ററിന്റെ കുക്കർ വെച്ച് കൊടുത്ത് ആ കുക്കറിലേക്ക് ആ മത്തനും ക്യാരറ്റും ചെറുതായി അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുത്ത് വേവാനാവശ്യമായ വെള്ളവും ചേർത്ത് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും അടിച്ചതിന് ശേഷം അത് ഇറക്കി വെക്കാം. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് പത്തിരിക്കുള്ള പൊടി കലക്കിയെടുക്കുന്നുണ്ട്. ഈ പത്തിരിപ്പൊടി പത്തിരിക്ക് വാട്ടിക്കുഴക്കുന്നത് പോലെ വാട്ടിക്കുഴച്ച് ബോളുകളാക്കി അതിലേക്ക് ചേർക്കാം. പക്ഷെ എനിക്കതിന് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല, അത് കലക്കി വയ്ക്കുകയാണ്. 1/2 കിലോ ശർക്കര പാനിയാക്കി എടുത്തത് ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്ത് അതിന് ശേഷം ആ അരിപ്പൊടി കലക്കിയതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് കറിക്ക് കുറുക്കം കിട്ടുന്നതിന് വേണ്ടിയാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ബോളുകളാക്കി എടുത്താൽ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ അത് കുടിക്കുമ്പോൾ അത് കടിച്ചു തിന്നാനും ടേസ്റ്റി ഉണ്ടാവും. ഇത് കടിച്ചു തിന്നതിന് വേണ്ടി തേങ്ങ ചിരകി ഇടുന്നുണ്ട്. 1 തേങ്ങ മുഴുവനായും ചിരകിയെടുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി വേവിക്കാം. അരിപ്പൊടി കലക്കി ചേർത്തത് കൊണ്ട് നന്നായി ഇളക്കി വേവിക്കണം. ഇനി ആ ശർക്കരയുടെ കറുപ്പ് കാണാതിരിക്കാൻ വേണ്ടി 10 രൂപയുടെ ഒരു പാൽപ്പൊടി പേക്കും അതിലേക്ക് ചൂടുവെള്ളത്തിൽ കലക്കി ഒഴിക്കുന്നുണ്ട്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല. അത് ആ ശർക്കരയുടെ കറുപ്പ് കാണാതെ മത്തൻ കറിക്ക് ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് കലക്കി വയ്ക്കുന്നത്. ഒരു പായസത്തിന്റെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടി ചെറിയ ജീരകവും ഏലക്കയും അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 നുള്ള് ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായി തിളച്ച് മറിഞ്ഞു വെന്ത് വന്നിട്ടുണ്ട്. ആ ഏലക്കയും ചെറിയ ജീരകവും പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി വരുന്നുണ്ട്. നന്നായി തിളക്കുമ്പോൾ അതിലേക്ക് ആ നെയ്യിൽ വറുത്ത് വെച്ച കൂട്ട് ചേർത്തു. നെയ്യോടെ തന്നെ അത് കശുവണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നെയ്യോടെ തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നല്ലൊരു പായസത്തിന്റെ ഫ്ലേവറും ഉണ്ടാവും. മത്തൻ കറിയാണ് എങ്കിലും പായസത്തിന്റെ ഫ്ലേവർ വരും. നല്ല മധുരവും ഉണ്ട്. ഇത്രയും നല്ല ടേസ്റ്റിയായ മത്തൻ കറി ഞാനൊരു 2 ലിറ്റർ എടുത്ത് 10 പേർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ഇതൊരു തെങ്ങിൻ തോട്ടത്തിലാണ്, അതുകൊണ്ടാണ് ഈ ടാർപ്പായിൽ വെച്ച് വിളമ്പുന്നത്. എൻ്റെ സുഹൃത്തുക്കൾക്കാണ് ഇത് വിതരണം കൊണ്ടുപോയി കൊടുക്കുന്നത്. അവർ വളരെ ഹാപ്പിയായി അത് കഴിക്കാനുള്ള തത്രപ്പാടിലാണ്. ഇത്രയും ടേസ്റ്റിയായ മത്തൻ കറി
നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. വളരെ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി വരാം, വ്യത്യസ്തമായ ഇൻഷാ അല്ലാഹ്.